ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കമ്പോണൻസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, കമ്പോണൻസ് എന്താണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്താണ്, ക്ലിയർ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ബിസിനസ് അനലിറ്റിക്സ്, ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ എൻ്റെ എലമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ഡാറ്റ അഗ്രിഗേഷൻ. ഡാറ്റ അഗ്രിഗേഷൻ നമ്മൾ നേരത്തെ ഫേസസ് ഓഫ് ഡാറ്റ അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഡാറ്റ റിക്വയർമെൻറ്റ്, സ്പെസിഫിക്കേഷൻ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോസസ്സിങ്, ഡാറ്റ ക്ലീനിങ്, ഡാറ്റ അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയൊക്കെ പഠിച്ചു ക്ലിയർ. അപ്പോൾ ഇതാണ് ഡാറ്റ ക്ലിയർ. ഈ ഡാറ്റ ഒരു സിംഗിൾ ഡാറ്റ ചിലപ്പോൾ നമുക്ക് അനലിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കുറേ സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഗ്രിഗേറ്റ് ചെയ്യേണ്ടി വരും ക്ലിയർ. എന്താ അപ്പോൾ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രോസപ്പ് ചെയ്യുക, കളക്ട് ചെയ്ത് മൊബിലൈസ് ചെയ്യുക ക്ലിയർ. അപ്പം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അനലറ്റിക്സിന് ആവശ്യമായിട്ട് വരുന്ന ഡാറ്റയെ അഗ്രിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നത് ക്ലിയർ. സോ ബിഫോർ ഡാറ്റ ക്യാൻ ബി അനലൈസ്ഡ് അല്ലേ, നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് അനലറ്റിക്സിലേക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് സോ ഇറ്റ് മസ്റ്റ് ബി കളക്റ്റഡ്, സെൻട്രലൈസ്ഡ് ഓർ ഗ്രൂപ്പ്ഡ് ആൻഡ് ആൾസോ ക്ലീൻഡ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ക്ലിയർ. അപ്പോൾ ഡാറ്റ ക്ലീനിങ് നമ്മൾ ചെയ്യണം ക്ലിയർ. ഡാറ്റ ഗ്രൂപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യമായുള്ള രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്തുകൂടെ ചെയ്യണം, ഫിൽറ്ററിങ് ആവശ്യമുള്ളത്. നമ്മൾ ഡാറ്റ ക്ലീനിങ്ങിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് അൺവാണ്ടഡ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം ക്ലിയർ. സോ ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റിമൂവ് ചെയ്യുന്നു ക്ലിയർ. സോ അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളതോ ഇൻആക്യുറേറ്റ് ആയിട്ടുള്ളതോ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കും. ഇങ്ങനെയൊക്കെ ചെയ്തെടുത്ത് ഡാറ്റ മൊബിലൈസ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റാക്കി വയ്ക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് ഡാറ്റ അഗ്രിഗേഷൻ ക്ലിയർ. സോ നമ്പർ 2, രണ്ടാമത്തെ എന്താ, ഡാറ്റ മൈനിങ്. ഇത് വേറെ ഒരു കമ്പോണൻ്റാണ്. ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത ഡാറ്റ നമ്മൾ വേറെ രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യും. അതിൻ്റെ ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്യും, ടൂൾസ് ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യും, ചില ടെക്നോളജി ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവൈലബിൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ക്ലിയർ മൈൻ ചെയ്തെടുക്കുക. എന്താ മൈനിങ്? അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, എക്സ്ട്രാക്ഷനാണ് ക്ലിയർ. ഒരു കാര്യം മൈനിങ്, നമ്മൾ മൈനിങ്ങിൽ സാധാരണ എന്താ ചെയ്യുക, ഖനനം ചെയ്യാന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ എന്തോ ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുഴിച്ച് നോക്കി അല്ലേ എല്ലാം എടുക്കണം അല്ല, ആവശ്യമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു, ഇൻഫർമേഷൻ ആക്കി എടുക്കും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, ഡാറ്റ എന്ന് പറഞ്ഞാൽ ലാർജ് സെറ്റ് ഓഫ് ഡാറ്റയാണ് ക്ലിയർ. അതിലെല്ലാം നമുക്ക് റെലവൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്തിട്ട് അനലറ്റിക്സിൻ്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഡാറ്റ എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് data mining. Okay, so in the search to reveal and identify previously unrecognized trends and patterns, models can be created by mining through vast amounts of data clear. So big data analysis എന്നൊക്കെ പറയും. ഡാറ്റ മൈനിങ് നമ്മൾ പറയുമ്പോൾ തന്നെ ബിഗ് ഡാറ്റ ക്ലിയർ, വളരെയധികം എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റയിൽ നിന്നും നമ്മൾ എന്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്, ചില മോഡൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെക്നോളജിയിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സോ വി ആർ ഡ്രോയിങ് അവർ ഓൺ റിക്വസിറ്റ് ഇൻഫർമേഷൻ ക്ലിയർ. സോ ഡാറ്റ മൈനിങ് എംപ്ലോയ്സ് several statistical techniques like classification, regression, clustering. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുക, അതിൽ ഡാറ്റ മൈൻ ചെയ്തിട്ട് ഇൻഫർമേഷൻ എടുക്കുക. അപ്പോൾ ഡാറ്റ സെറ്റ് മുഴുവൻ നമ്മുടെ ഇൻഫർമേഷൻ അല്ല, നമുക്ക് റെലവൻ്റ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യണം ക്ലിയർ. ചില ഗ്രൂപ്പ് അനുസരിച്ച്, സിമിലാരിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യണം. റിഗ്രഷൻ ചെയ്യേണ്ടി വരും ക്ലിയർ. ഒരു ഡാറ്റയ്ക്ക് മറ്റൊരു ഡാറ്റയുമായിട്ടുള്ള ഡിപ്പെൻഡബിലിറ്റി അല്ലേ, അത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡബിൾ ആണോ നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനെ റിഗ്രഷൻ ചെയ്തെടുക്കേണ്ടി വരും. അതുപോലെ ക്ലസ്റ്ററിങ് ക്ലിയർ. ചില സിമിലറായിട്ട് വരാവുന്ന, ഒരേ തരത്തിൽ വരാവുന്ന ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലസ്റ്ററിങ് ചെയ്യുന്നു ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ വരാവുന്ന കുറേയധികം ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ മൈനിങ് ചെയ്യുക ക്ലിയർ. ഇപ്പോൾ ഡാറ്റ മൈനിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്, അതുപോലെ അസോസിയേഷൻ, സീക്വൻസിങ്, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് ക്ലിയർ. എനിവേ അസോസിയേഷൻ, സീക്വൻസിങ് നമ്മൾ വേറൊരു പോയിൻ്റായിട്ട് നോക്കുക. സോ വാട്ട് ഈസ് നെക്സ്റ്റ് വൺ, ഡാറ്റ അസോസിയേഷൻ ആൻഡ് ഡാറ്റ സീക്വൻസ് ഐഡൻറ്റിഫിക്കേഷൻ ക്ലിയർ. സോ വാട്ട് ഈസ് ഡാറ്റ അസോസിയേഷൻ? എന്താ ഡാറ്റ അസോസിയേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്?
നമുക്കറിയാൻ പറ്റും ഒരു ഡാറ്റ സെറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ, ഒരു ഡാറ്റ സെറ്റിന് മറ്റൊരു ഡാറ്റ സെറ്റുമായിട്ട് ചിലപ്പോൾ എന്തുണ്ടാവാം, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ക്ലിയർ? സോ വൺ ഡാറ്റ സെറ്റ് മേ ബി റിലേറ്റഡ് ടു സം അതർ ഡാറ്റ സെറ്റ്സ്. ക്ലിയർ? ഒന്നോ അതിലധികമോ ഡാറ്റ സെറ്റ്സുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. ഇങ്ങനെയുള്ള ബന്ധം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയുക അസോസിയേഷൻ. ക്ലിയർ? ഇപ്പോൾ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഫോർ എക്സാമ്പിൾ two different items frequently being purchased in the same transaction, clear, such as that is multiple book in a series or a toothbrush and a toothpaste. അല്ലേ, നമുക്കറിയാൻ പറ്റും ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഐറ്റം വാങ്ങിക്കുന്ന സമയത്ത് അതിനോടൊപ്പം വേറൊരു ബുക്ക് കൂടെ നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് അസോസിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറേ കൺസ്യൂമർ ഡാറ്റ, അവരുടെ ട്രേഡിംഗ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറേയധികം കസ്റ്റമേഴ്സ് ഒരു ബുക്ക് വാങ്ങിക്കുന്ന ആൾക്കാർ മറ്റൊരു ബുക്ക് കൂടെ വാങ്ങിക്കുന്നുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അസോസിയേഷൻ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതുപോലെ തന്നെയാണ് ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് വാങ്ങിക്കുന്ന ആൾക്കാർ എന്തായാലും എന്ത് വാങ്ങിക്കും, ടൂത്ത് പേസ്റ്റ് കൂടെ വാങ്ങിക്കുന്നുണ്ടാവും. ഇതൊരു അസോസിയേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റിന് മറ്റൊരു പ്രോഡക്റ്റുമായി ബന്ധം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്തെടുക്കും. സേ ഫോർ എക്സാമ്പിൾ ഒരു വെഹിക്കിളാണ് പർച്ചേസ് എന്ന് വിചാരിക്കുക. സോ ഒരു വെഹിക്കിൾ പർച്ചേസ് വരുന്ന സമയത്ത് തന്നെ ഇൻഷുറൻസ് വരാം അതിൻ്റെ. ക്ലിയർ? അതുപോലെ തന്നെ ടാക്സിൻ്റെ പേയ്മെൻറ്റ് വരും. ക്ലിയർ? ഇപ്പം ഇങ്ങനെയുള്ള സർവീസൊക്കെ അതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. ഇത് തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട്. ക്ലിയർ? സോ ടേക്കിംഗ് എ വെഹിക്കിൾ ഇൻഷുറൻസ് പോളിസി ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് എ വെഹിക്കിൾ, അത് രണ്ടും തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ ഈ അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സീക്വൻസിങ്. എന്താ സീക്വൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ഓർഡർ ഉണ്ടാവും അല്ലേ, സീക്വൻസ് ആയിട്ടായിരിക്കും അത് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാൻ ഡാറ്റ സെറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില കാര്യങ്ങൾ ചെയ്തിട്ടേ വേറൊരു കാര്യം വരാൻ സാധിക്കും അല്ലേ. സേ ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ്, ദാറ്റ് ഈസ് വെഹിക്കിൾ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻഷുറൻസ് ചെയ്യാറുണ്ടോ? ഇല്ല. വെഹിക്കിൾ വാങ്ങിച്ച ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഇൻഷുറൻസ് ചെയ്യുക. വെഹിക്കിളിന് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസോ അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടേ വേറൊന്നിന് സാധ്യതയുള്ളൂ. അപ്പം നമുക്ക് ഇതിന് എന്ത് പറയാൻ പറ്റും, സീക്വൻസിങ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ ഒരു കാര്യത്തെ അല്ലെ. അതുപോലെ തന്നെയാണ് ഒരാളിപ്പം അബ്രോഡിലേക്ക് ഒരാൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അല്ലേ. അതിൻ്റെ അടുത്തൊരു അസോസിയേറ്റ് ചെയ്ത് വരാവുന്ന ഒരു കാര്യമാണ് ഡാറ്റ അസോസിയേഷൻ. എന്താ, ആൾ അബ്രോഡിലേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു പോകുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ, ആ ടിക്കറ്റ് ബുക്കിങ്ങിനോടൊപ്പം അയാൾക്ക് എന്തുകൂടെ വേണം, അവിടെ ആവശ്യമായുള്ള ലോഡ്ജിങ് ഫെസിലിറ്റി വേണം. അപ്പോൾ ഈ ലോഡ്ജിങ് അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ആണ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ, ട്രാവൽ കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ, അക്കോമഡേഷൻ്റെ കാര്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സീക്വൻസ് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ട്രാവൽ, അപ്പോൾ ട്രാവൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അടുത്തത് എന്താണ്, അക്കോമഡേഷൻ ആണ്. ക്ലിയർ? അതിനനുസരിച്ച് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളെ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ അത്തരം കമ്പനികൾക്ക് ഇവർക്ക് ഉള്ള ഇൻഫർമേഷൻ മെയിലായിട്ടോ മെസ്സേജ് ആയിട്ടോ എന്ത് ചെയ്യാൻ പറ്റും, പാസ് ഓൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഓൺലൈനിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ തിരയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ അത്തരം പ്രോഡക്റ്റുകളുടെ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സീക്വൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ ഒട്ടനവധി അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഡാറ്റ അസോസിയേഷൻ ആൻഡ് ഡാറ്റ സീക്വൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യും. ക്ലിയർ? സോ നെക്സ്റ്റ് കമ്പോണൻറ്റ് ഈസ് ടെക്സ്റ്റ് മൈനിങ്. വേറൊരു അനലിറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ കമ്പനി ക്യാൻ ആൾസോ കളക്ട് textual information from the social media site, blog comments, clear, or review product reviews, clear, or and call centers scripts. Clear? Call center operation വഴിയുള്ള അവരുടെ കോൺവെർസേഷൻ വഴിയോ അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റ്സ് നോക്കിയിട്ടോ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണെന്ത്, ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അവർ എന്താണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ജനറൽ ആയിട്ടുള്ള ബിഹേവിയർ എന്താണ് അല്ലേ, പ്രോഡക്റ്റിനെ കുറിച്ചോ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചോ കസ്റ്റമേഴ്സ് എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ കസ്റ്റമേഴ്സ് നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുന്നതോടുകൂടി കഴിയുന്നില്ല അല്ലേ. ആഫ്റ്റർ സെയിൽ സർവീസും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ബസ് വേർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
കസ്റ്റമേഴ്സിനെ ഫോളോ ചെയ്യണം അല്ലേ, അവരുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം, ഫീഡ്ബാക്ക് എടുക്കണം. ഇതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യണം, ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ കിട്ടാത്ത ഇൻഫർമേഷൻ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിനുവേണ്ടി വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം, ഫീഡ്ബാക്ക് ഫോംസ് ഉപയോഗിക്കാം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോഗുകളോ സോഷ്യൽ മീഡിയ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ഇൻഫർമേഷനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനെ പറയുന്നത്, ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ പറയുന്നത്, ടെക്സ്റ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്, ടെക്സ്റ്റ് മൈനിങ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ടെക്സ്റ്റ് മൈനിങ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ് വൺ, ഫോർകാസ്റ്റ്. കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കുക. ഈ കിട്ടിയിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡാറ്റ, നമ്മൾ പഴയ ഡാറ്റ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ മുൻപ് നടന്നിരിക്കുന്ന ഡാറ്റ, മുമ്പുള്ള ഒരു വർഷത്തെ പർച്ചേസ് അല്ലെങ്കിൽ ഒരു വർഷത്തെ സെയിൽസ് അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തുള്ള സെയിൽസ് ഡാറ്റ, ഇത് നമ്മൾ മുഴുവനായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. വാട്ട് വിൽ ബി അവർ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് സംഭവിക്കും, ഇപ്പം എന്ത് സംഭവിക്കും, കറണ്ടായിട്ട് എന്ത് പോകുന്നു എന്നൊക്കെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാനും പറ്റും. അത്തരത്തിലാണ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ഫോർകാസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഈവൻറ്റ്സ് ഓർ behavior based on the historical data can be created by analyzing the processes. പറഞ്ഞു ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഭാഗമായി നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നിന്നും ഒരു ഫോർകാസ്റ്റിംഗ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്തൊരു പോയിന്റ്. വാട്ട് ഈസ് നെക്സ്റ്റ് വൺ, പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. അനലിറ്റിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അല്ലേ, വാട്ട് ഓട്ട് ടു ബി, നമ്മൾ പറയില്ലേ നാളെ എന്ത് വേണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു പ്രെഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. കൺസ്യൂമേഴ്സിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡൊക്കെ നോക്കി അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡാറ്റ മൈനിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ടെക്സ്റ്റ് മൈനിങ് ഒക്കെ ചെയ്തെടുത്ത് അസോസിയേഷനും സീക്വൻസിങ് ഒക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സോ വാട്ട് വിൽ ബി ദി ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റീസിന് നമുക്ക് ഓറിയൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് predictive analytics. അപ്പോൾ predictive analytics ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആയിട്ട് പറയാൻ പറ്റും. സോ companies can create, use and manage predictive scoring models or positively addressing events such as customer behavior narrowed down to customer age bracket, income level, lifetime of existing account, then availability of the promotions. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കസ്റ്റമർ ബേസ് കൂടുമോ കുറയോ, നിലവിലുള്ള കസ്റ്റമേഴ്സ് പോകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവരിൽ നിന്നൊരു സ്ലോ ഡൗൺ വരാൻ സാധ്യതയുണ്ടോ, ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ പെർഫോമൻസ് വരിക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എങ്ങനെ ഡിമാൻഡ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. ചില മോഡൽസോ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. ഓപ്റ്റിമൈസേഷൻ. സോ നെക്സ്റ്റ് ഈസ് ഓപ്റ്റിമൈസേഷൻ. എന്താണ് ഓപ്റ്റിമൈസേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, നമുക്കറിയാൻ പറ്റും അല്ലേ. ഡാറ്റ എന്ന് പറയുന്നത്, ഡാറ്റ കളക്ഷൻ എന്താ, വളരെ ലോബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പല ഭാഗത്തു നിന്ന് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം, മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യണം. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ഡാറ്റ അതിൽ നിന്ന് നമ്മൾ പ്രോസസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷനാക്കി ജനറേറ്റ് ചെയ്യും. അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ബിസിനസ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഹൗ വി ക്യാൻ ഓപ്റ്റിമൈസ് അവർ പ്രോസസ്സസ് ആൻഡ് ആക്ടിവിറ്റീസ്, അതാണ് എന്ത് ഓപ്റ്റിമൈസേഷൻ വരുന്നത്. സോ കമ്പനീസ് ക്യാൻ ഐഡൻറ്റിഫൈ ബെസ്റ്റ് കേസ് സെനാരിയോസ്. അപ്പോൾ ഇതിലൂടെ ഓപ്റ്റിമൈസേഷൻ്റെ ഭാഗമായി എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ പ്രോസസ്സും ഓരോ സർവീസസും ഓരോ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലും എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. സോ ഹൗ വി ക്യാൻ മേക്ക് ബെസ്റ്റ് പോസിബിൾ സിറ്റുവേഷൻ, ബെസ്റ്റ് കേസ് സെനാരിയോ. അപ്പോൾ നമ്മൾ യൂസ് കേസസ് ഉണ്ടാവും, ആ യൂസ് കേസൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കോസ്റ്റ് ബെനിഫിറ്റ് കൂടുതലും കോസ്റ്റ് കുറവായിട്ട് വരുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. അപ്പോൾ റീ എഞ്ചിനീയറിങ്, ചിലപ്പോൾ പ്രോസസ്സിൽ റീ എഞ്ചിനീയറിങ് ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ സർവീസിൽ ചിലപ്പോൾ മോഡിഫിക്കേഷൻ വേണ്ടി വരാം, നമ്മുടെ മെത്തേഡ്സ് ചിലപ്പോൾ മാറ്റേണ്ടി വരാം. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ആക്ഷൻസിനെ റീ ഓറിയൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, എന്നിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ചില സിമുലേഷൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് സാധ്യമാക്കാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, ഇൻവെന്ററി സ്റ്റോക്കിംഗ് ആൻഡ് ഷിപ്പിംഗ് ഓപ്ഷൻസ് that optimizes delivery schedules and customer satisfaction without
സെർച്ചിങ് ഫോർ വെയർ ഹൗസ് സ്പേസ് അല്ലേ. ഒരു കമ്പനിക്ക് കുറേയധികം ഗുഡ്സ് വേണമെന്ന് വിചാരിക്കുക അല്ലേ, അതുപോലെ കുറേയധികം ഡിമാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം, നോർമലി എന്താ ചെയ്യുക, സോ കമ്പനി വിൽ ഗോ ഓൺ പർച്ചേസിങ്, ക്ലിയർ, മോർ ആൻഡ് മോർ ഗുഡ്സ്. ആ ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യണം, ക്ലിയർ. ഒരു ഡീലറാണെന്ന് വിചാരിക്കുക, അവർ ട്രേഡിങ് ആക്ടിവിറ്റി മാത്രമാണ് ചെയ്യുന്നത് വിചാരിക്കുക, അവരെന്ത് ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സ് എത്ര റിക്വസ്റ്റ് ചെയ്യുന്നോ അത്രയും ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം, വാങ്ങിക്കണം, ക്ലിയർ. അതിനനുസരിച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെച്ച് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ അളവ് കൂടുന്തോറും എന്ത് ചെയ്യണം, വെയർ ഹൗസും അല്ലേ, അതുപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി, ഗോഡൗൺ ഒക്കെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇതൊക്കെ അഡീഷണൽ കോസ്റ്റാണ്. നമുക്ക് ഇതിനെ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, നമ്മൾ അറിയുന്നു എവിടെയൊക്കെയാണ് കസ്റ്റമേഴ്സ് എപ്പോഴൊക്കെയാണ് ഓർഡർ തരിക, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഡീലേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സുമായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഡീല് വെക്കുന്നു, ക്ലിയർ. അപ്പോൾ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യുന്നു, അതുമായിട്ട് ഓറിയൻറ്റ് ചെയ്യുന്നു, ക്ലിയർ. ഏത് കസ്റ്റമറാണോ എപ്പോഴാണോ അവർക്ക് ഡെലിവറി ടൈം അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ഓർഡേഴ്സിന് എന്ത് ചെയ്യുന്നു, റൂട്ട് ചെയ്യുന്നു, ക്ലിയർ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓഫീസിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത ശേഷം കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവറി ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും, ക്ലിയർ. ഇങ്ങനെ ചില മെത്തേഡ്സും റേഞ്ചറിങ് പ്രോസസ്സൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഓപ്റ്റിമൈസേഷൻ ചെയ്യുക. അതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഡാറ്റ അനലിറ്റിക്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്റ്റിമൈസേഷൻ. നെക്സ്റ്റ് കമ്പോണൻറ്റ് ഈസ് ഡാറ്റ വിഷ്വലൈസേഷൻ, ക്ലിയർ. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ ചെയ്തു, ഡാറ്റയൊക്കെ കളക്ട് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, ക്ലസ്റ്ററിങ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു, ഒക്കെ ചെയ്തിട്ടുണ്ട്, ക്ലിയർ. അനാലിസിസും ചെയ്തു, ഇൻഫർമേഷനും എടുത്തു. പക്ഷേ ഈ ഇൻഫർമേഷനൊക്കെ ഒരു എസ്സേ പോലെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ, അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഡാറ്റയെ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, ക്ലിയർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, ക്ലിയർ. സോ ദ പ്രോസസ് ഓഫ് presenting data in an effective and efficient way is called as visualization, clear. So visualizationൽ എന്ത് ചെയ്യുന്നു, ചില ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച്, ചില ഗ്രാഫിക്കൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച്, ക്ലിയർ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡാറ്റയെ, ഇതുവരെയുള്ള ഡാറ്റയുടെ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യും, ക്ലിയർ. ഇപ്പോൾ ഒരു ഗ്രാഫ്, ഒരു 5 വർഷത്തെ ഷെയർ പ്രൈസിൻ്റെ ഗ്രാഫാണെന്ന് വിചാരിക്കുക. പ്രൈസ് വെറുതെ ഡാറ്റ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു, ക്ലിയർ. ഇയർ വൈസ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു വിചാരിക്കുക. 5 വർഷത്തെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻഫർമേഷൻ കിട്ടും. പ്രൈസ് മൂവ്മെൻറ്റ് ഹയർ ആണോ ലോവർ ആണോ അല്ലേ, കൂടിക്കൊണ്ട് വരികയാണോ കുറഞ്ഞു വരികയാണോ, നെക്സ്റ്റ് എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതിന് ആവശ്യമായുള്ള കുറേയധികം ഗ്രാഫിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും, ക്ലിയർ. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഡാറ്റ വിഷ്വലൈസേഷൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, മേജർ കമ്പോണൻസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്.